പ്രിയപ്പെട്ടവരെ, നാളത്തെ പരീക്ഷയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അവസാനത്തിൻ്റെ ആൻസറും പറയും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ എഴുതിയെടുക്കുക, നമ്മൾ ചെയ്ത് നോക്കുക. ഓക്കെ, അവസാനം നമ്മളിതിൻ്റെ ആൻസർ പറയും. നോക്കണേ, കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. 1. സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്ന സ്പെക്ട്രം ഒരു സ്ക്രീനിൽ രൂപപ്പെടുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അല്ലേ? ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ ചിത്രം ഏത്? അപ്പോൾ അങ്ങനെ സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഈ ഒരു സ്ഫടികത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക? അതിൽ ഏറ്റവും ശരിയായ ചിത്രം ഏതാണെന്ന് ഇതിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ എ ആണോ, ബി ആണോ, അതേപോലെ സി ആണോ, ഡി ആണോ എന്നുള്ളതാണെന്ത് അതിൻ്റെ ചോദ്യം. നോക്കണേ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, റെഡി ആണല്ലോ? ആൻസർ നമുക്ക് ലാസ്റ്റ് പറയാം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നിങ്ങളവിടെ എഴുതി വെക്കുക നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ. രണ്ടാമത് നോക്കുക, ഒരു മാധ്യമത്തിലൂടെയുള്ള തരംഗവേഗം മാധ്യമത്തിൻ്റെ സ്വാഭാവിക സവിശേഷതയെ ആശ്രയിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ കാരണം പറയുകയാണ്. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതമായിരിക്കും. നോക്കണേ, അപ്പോൾ ആ ഒരു പ്രസ്താവനത്തിൻ്റെ കാരണം പറയാണ്. എന്നിട്ട് ഇതിവിടെ ഓപ്ഷൻ ഇങ്ങനെ തന്നത്, പ്രസ്താവനയും കാരണവും ശരിയാണ്, കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രസ്താവനം ശരിയാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവനത്തിനുള്ള കാരണം എന്താണ്? ഇവിടെ വിശദീകരിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പ്രസ്താവനയും കാരണവും എന്താണ്? ശരിയാണ്. ബി, പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നില്ല. പ്രസ്താവനയും കാരണവും തെറ്റാണ്, പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. അപ്പോൾ ഇത് ശരിയായ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത് നോക്കാം. ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം എൽ എന്ന് പറഞ്ഞ ചിത്രം തന്നിട്ടുണ്ട്. ഒരു ലെൻസിനെ സൂചിപ്പിക്കുന്നു. ഇതെന്താണ്? ഒരു ലെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെൻസ് ഏതു തരം ലെൻസാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, പ്ലാനോ കോൺവെക്സ് ആണോ? ഇവയൊന്നുമല്ല. ഇത് ഏതുമല്ല. അപ്പോൾ ലെൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ ഒരു ക്രമീകരണവും കാര്യങ്ങളും എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. ഒരു കോൺവെക്സ് ലെൻസ് യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ വലിപ്പമുള്ളതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ചോദ്യം മനസ്സിലായല്ലോ? കോൺവെക്സ് ലെൻസ് വിവ്രജന ലെൻസാണ്. വസ്തു ഫോക്കസിനും ലെൻസിനും ഇടയിൽ വച്ചിരിക്കുന്നു. വസ്തു ഫോക്കസിനും 2Fനും ഇടയിൽ വച്ചിരിക്കുന്നു. വസ്തു ഫോക്കസിൽ വച്ചിരിക്കുന്നു. ഇവിടെ നോക്കണേ, ആ ഒരു ചിത്രം നിങ്ങൾ നോക്കുക. ചിത്രം നോക്കണ്ട, അത് മുകളിലത്തതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം നോക്കുക, എന്താണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇവിടെ പറയാണ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായത് കണ്ടെത്തി എഴുതുക. 1 മാത്രം ശരിയാണ്, 3 ശരിയാണ്, 2 മാത്രമാണ്, 3, 4 ശരിയാണ്. ഇനി നോക്കുക, ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരം +20 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഏത് തരം ലെൻസാണ്? ഇത് ലെൻസിൻ്റെ പവർ എത്രയാണ്? ഈ ലെൻസിൻ്റെ പവർ എത്രയാണ്? പഠിച്ചിട്ടില്ല എങ്ങനെയാണെന്നുള്ളത്? നോക്കാം. ഒരു ലെൻസ് വസ്തുവിൻ്റെ നിവർന്നതും വലുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഈ ലെൻസ് ഏതുതരം ലെൻസാണ്? രൂപീകൃതമാകുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്താണ്? സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കാം. വ്യത്യസ്ത നീളമുള്ള 3 കമ്പികൾ ABC ഒരു തടി കഷ്ണത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ചിത്രമാണ് നൽകിയത്. തടി കഷ്ണത്തെ കമ്പനം ചെയ്യുമ്പോൾ എല്ലാ കമ്പികളും പ്രണോദിത കമ്പനത്തിന് വിധേയമായി. ഓക്കെ, ഇവിടെ നിന്ന് കമ്പനം ചെയ്തപ്പോൾ എല്ലാം എന്ത് ചെയ്തു? പ്രണോദിത കമ്പനത്തിന് വിധേയമായി. കൂടുതൽ ആവൃത്തിയിൽ കമ്പനം ചെയ്തത് ഏത് കമ്പി കഷ്ണമാണ്? കാരണം എന്താണ്? ബി എന്ന കമ്പി 100 കമ്പനങ്ങൾക്ക് 1 സെക്കൻഡ് സമയം എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ പീരിയഡ് എത്രയായിരിക്കും? സെറ്റാണല്ലോ. അടുത്ത് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം മുതലായവ സംഭവിക്കുമ്പോൾ കടലിലെ ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുന്നതിൻ്റെ ഫലമായി ചില അവസരങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന തിരമാലകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? സിമ്പിൾ അല്ലേ?
നമ്മൾ ആ പാഠത്തിൽ പറയുന്ന കാര്യങ്ങൾ. അടുത്ത് നോക്കുക. ഒരു വവ്വാൽ ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിക്കുകയും ഒരു പ്രാണിയിൽ നിന്നും 0.1 സെക്കൻഡ് കഴിഞ്ഞ് പ്രതിപതന തരംഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. വായുവിലെ ശബ്ദത്തിൻ്റെ വേഗം 350 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ പ്രാണി വവ്വാലിൽ നിന്നും എത്ര അകലെയാണ് അല്ലേ, അതിൻ്റെ ദൂരം അല്ലേ, എത്ര അകലെയാണ് എന്ന് കണ്ടെത്തണം. അടുത്തത്, ശബ്ദ തരംഗം ഏത് തരം യാന്ത്രിക തരംഗമാണ്? ഈ തരംഗം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ മാധ്യമത്തിലെ കണികകളുടെ ചലനത്തിൻ്റെ സവിശേഷത എന്താണ് അല്ലേ? ഇതൊരു പ്രതീക്ഷിക്കുന്ന ചോദ്യം കേട്ടോ, 2 മാർക്കിന്. അടുത്ത് നോക്കുക. ഒരു ട്രഫിലെ ജലത്തിൽ ചരിച്ചു അല്ലേ, അവിടെ പറയുന്നുണ്ട് ചരിച്ചു വച്ചിരിക്കുന്ന സമതല ദർപ്പണത്തിന് സൂര്യപ്രകാശം പതിപ്പിച്ച് സ്പെക്ട്രം നിർമ്മിക്കുന്നത് ആണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കണേ. സൂര്യപ്രകാശം വിവിധ വർണ്ണങ്ങളായി വേർതിരിക്കുന്നതിന് കാരണം എന്താണ്? ഓക്കെ, ജലത്തിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന സൂര്യപ്രകാശം ഏതെല്ലാം പ്രകാശ പ്രതിഭാസങ്ങൾക്ക് വിധേയമാകുന്നു? റെഡിയാണല്ലോ. അടുത്ത്, ഒരു വസ്തു കോൺവെക്സ് ലെൻസിൻ്റെ 2F വച്ചിരിക്കുന്നു. പ്രതിബിംബത്തിൻ്റെ രേഖാചിത്രം വരക്കുക. രൂപീകരിച്ച പ്രതിബിംബത്തിൻ്റെ സവിശേഷത എഴുതുക അല്ലേ. നമ്മൾ ഇത് ചോദിക്കട്ടെ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, 2 മാർക്കിന്. അടുത്ത് നോക്കുക. ഒരു ക്യാമറ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണ്. ലെൻസിൽ നിന്നും 50 സെൻറ്റിമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഫോട്ടോ എടുക്കേണ്ടതുണ്ട്. രേഖാചിത്രത്തിൻ്റെ സഹായത്തോടെ ലെൻസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഫിലിം സജ്ജമാക്കേണ്ടതെന്ന് കണ്ടെത്തുക. ഓക്കെ, റെഡിയാണല്ലോ. ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല, ഒന്നുകൂടി വായിച്ചു നോക്കണേ. അടുത്ത 3 മാർക്ക് ചോദ്യങ്ങളാണ്. സൗരവികിരണങ്ങളുടെ ക്രമമായ വിതരണമാണ് വൈദ്യുതകാന്തിക സ്പെക്ട്രം. ചുവടെ നൽകിയിരിക്കുന്ന വികിരണങ്ങളെ തരംഗദൈർഘ്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. എക്സ് വികിരണങ്ങൾ, ഗാമ വികിരണങ്ങൾ, ദൃശ്യപ്രകാശം, അൾട്രാവയലറ്റ് വികിരണങ്ങൾ, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. അപ്പോൾ ഈ തരംഗദൈർഘ്യത്തെ ആരോഹണ ക്രമത്തിൽ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ എഴുതണം. 1 മാർക്ക്. അടുത്ത് നോക്കുക. സൗരവികിരണങ്ങളെ ഒരു കോൺവെക്സ് ലെൻസിലൂടെ കടത്തിവിട്ട് പേപ്പർ കത്തിക്കാൻ സാധിക്കുന്നതിന് സഹായകമായ സൗരവികിരണം ഏത്? അടുത്ത് നോക്കുക. അൾട്രാ വയലറ്റ് വികിരണങ്ങൾ കൊണ്ടുള്ള ഒരു ഉപയോഗം എഴുതുക. അടുത്ത് നോക്കുക. ഒരു ഭൗതിക ശാസ്ത്ര ക്ലാസ്സിലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് പരീക്ഷണം ചെയ്യുന്ന അവസരത്തിൽ നീളം കൂടിയ ഒരു കമ്പിയെ കമ്പനം ചെയ്യുമ്പോൾ എല്ലാ കമ്പികളും കമ്പനം ചെയ്യുന്നു എന്ന് കുറേ കുട്ടികൾ അഭിപ്രായപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം സാധൂകരിക്കുക. നീളം കുറഞ്ഞ ഒരു കമ്പിയെ കമ്പനം ചെയ്യുമ്പോൾ നീളം കുറഞ്ഞവ മാത്രം കൂടുതൽ ആയതിനാൽ കമ്പനം ചെയ്യുന്നതായി കണ്ടു. കാരണം വിശദമാക്കുക. അടുത്ത്, ചെറിയ ഒരു കമ്പി 100 തവണ കമ്പനം ചെയ്യുന്നതിന് 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവൃത്തി എന്തായിരിക്കും അല്ലേ? നിങ്ങൾ ആ ചോദ്യം കാണുമ്പോൾ തന്നെ ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കുക. അവസാനം നമ്മൾ ഉത്തരം പറയുമ്പോൾ ശരിയാണോ അല്ലേ നോക്കുക. അടുത്ത് നോക്കുക. ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് PQR എന്നീ തരംഗ രൂപങ്ങൾ നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആവൃത്തി കൂടിയ തരംഗം, ഇതിൽ ആവൃത്തി ഏറ്റവും കൂടിയ തരംഗം ഏതാണല്ലേ? 3 PQR ഉണ്ട്. ഏറ്റവും കൂടിയ തരംഗം ഏതാണ്? തരംഗദൈർഘ്യം കൂടിയ തരംഗം ഏതാണ്? ഇനി നോക്കുക നിങ്ങൾ, തരംഗങ്ങൾ 2 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് 0.1 സെക്കൻഡ് സമയം എടുക്കുന്നു. Q എന്ന തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 0.2 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ആവൃത്തി എത്രയാണ്? സെറ്റാണല്ലോ. ഇനി ചിത്രത്തിൽ AB എന്നത് L എന്ന ലെൻസിൻ്റെ പ്രകാശിക അക്ഷത്തിൽ വച്ചിരിക്കുന്നു ഒരു വസ്തുവാണ്. ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബം നിവർന്നതും ചെറുതും മിഥ്യയുമാണ്. ഈ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെൻസ് തിരിച്ചറിഞ്ഞ് ലെൻസിൻ്റെ രൂപം വരയ്ക്കുക. അവിടെ ഏത് ലെൻസാണ് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ലെൻസ് ചിത്രം വരക്കണം. പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. ഓക്കെ, സെറ്റാണല്ലോ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. നോക്കുക. ഒരു മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് വസ്തുക്കളെ വലുതായി കാണാൻ സാധിക്കുമല്ലോ. അതിൻ്റെ ചോദ്യം നോക്കുക. മാഗ്നിഫയർ ആയി ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ മുമ്പിൽ വസ്തു എവിടെ വെക്കുമ്പോഴാണ് വലുപ്പമുള്ള നിവർന്ന പ്രതിബിംബം കാണാൻ സാധിക്കുന്നത്? അതിലെ ബി ക്വസ്റ്റ്യൻ, പ്രതിബിംബ രൂപീകരണത്തിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിനും ലെൻസിനും ഇടയിൽ
OB എന്ന വസ്തു വെച്ചിരിക്കുന്നു. എൻ്റെ ചോദ്യം നോക്കാം. വസ്തുവിൻ്റെ ഉയരം 3 സെൻറ്റിമീറ്ററും രൂപീകൃതമാകുന്ന പ്രതിബിംബത്തിൻ്റെ ഉയരം 9 സെൻറ്റിമീറ്ററുമാണെങ്കിൽ ആവർത്തനം എത്രയായിരിക്കും? ബി ക്വസ്റ്റ്യൻ. രൂപീകൃതമാകുന്ന പ്രതിബിംബത്തെ സ്ക്രീനിൽ പതിപ്പിക്കാനാകുമോ? ഉത്തരം സാധൂകരിക്കുക. ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ അകലെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കുന്നത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണെന്ന് അറിയാമല്ലോ. ഇനി അതിൻ്റെ എ. നിങ്ങളുടെ സയൻസ് ലാബിൽ 5 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ വീതം ഫോക്കസ് ദൂരമുള്ള 2 കോൺവെക്സ് ലെൻസുകൾ ഉണ്ടെങ്കിൽ ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കാനായി ഏത് ലെൻസായിരിക്കും ഐ പീസായി ഉപയോഗിക്കുന്നത്? അല്ലേ, അതിൻ്റെ ഐ പീസായി അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബി. ഒരു ടെലിസ്കോപ്പിൽ വളരെ അകലെയുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്ന വിധം വിശദമാക്കുക. റെഡിയാണല്ലോ. 17ാമത്തെ. കോൺവെക്സ് ലെൻസിൻ്റെ 2F വെച്ചിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപീകരണത്തിൽ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. കാർട്ടീഷ്യർ ചിഹ്ന രീതി ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രതിബിംബം ലെൻസിൽ നിന്ന് എത്ര അകലെയാണ് രൂപപ്പെടുന്നത്? ഇനി വസ്തുവിൻ്റെ ഉയരം എത്രയാണ്? ആ കാര്യങ്ങൾ അവിടുന്ന് കണ്ടെത്തണം. ഈ 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. നിറയെ ജലമുള്ള ഒരു ബ്യൂററ്റ് കുത്തനെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്. ബ്യൂററ്റിൻ്റെ ടാപ്പ് തുറന്ന ശേഷം മുകൾ ഭാഗത്ത് 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പിടിപ്പിച്ചപ്പോൾ നോക്കണേ. എ. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഉച്ചത കൂടുന്നതായി അനുഭവപ്പെടുന്നു. ഇതിന് കാരണമെന്തായിരിക്കും? ഇനി ബി ക്വസ്റ്റ്യൻ. അല്പസമയത്തിന് ശേഷം വളരെ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാനാവുകയും തുടർന്ന് കുറയുകയും ചെയ്തു. കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേട്ടപ്പോൾ അതിനുള്ളിലെ വായുപരിതത്തിൽ അടുത്ത് നോക്കണേ. അല്പസമയത്തിന് ശേഷം ശബ്ദം വളരെ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാനാവുകയും തുടർന്ന് കുറയുകയും ചെയ്തു. കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേട്ടപ്പോൾ അതിനുള്ളിലെ വായുബത്തിൻ്റെ കമ്പനാവൃത്തി എത്രയായിരിക്കും? അടുത്ത് നോക്കണേ. ശബ്ദം വീണ്ടും ഉച്ചത്തിൽ കേൾക്കണമെങ്കിൽ ആദ്യം ഉപയോഗിച്ച ട്യൂണിംഗ് ഫോർക്കിനേക്കാൾ ആവൃത്തി കുറഞ്ഞ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കണമെന്ന് കുറേ കുട്ടികളും ആവൃത്തി കൂടിയ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കണമെന്ന് മറ്റു കുട്ടികളും അഭിപ്രായപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉത്തരം സാധൂകരിക്കുക. അല്ലേ, നല്ല ചോദ്യം അല്ലേ. അടുത്ത് നോക്കുക. ബ്യൂററ്റിനുള്ളിൽ നിന്നും കൂടുതൽ ഉച്ചത്തിൽ ശബ്ദം കേട്ടപ്പോൾ സമീപത്തിരുന്ന മറ്റൊരു വസ്തു ഉയർന്ന ആയതിൽ കമ്പനം ചെയ്യുന്നതായി കണ്ടു. ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും? അല്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത്. തിരക്കേറിയ ട്രാഫിക് സിഗ്നൽ പോയിന്റിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിവിധ ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ള ശബ്ദത്തിൻ്റെ ചില ആവൃത്തികൾ ചുവടെ നൽകിയിരിക്കുന്നു. അല്ലേ, 28,000 ഹെർട്സ്, 5 ഹെർട്സ്, 150, 1200, 500, 16,000. ഏതെല്ലാം ആവൃത്തിയിൽ ഉള്ള ശബ്ദമാണ് പോലീസ് ഉദ്യോഗസ്ഥന് കേൾക്കാൻ സാധിക്കുന്നത്? അടുത്ത് നോക്കുക. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ താഴ്ന്ന പരിധിയേക്കാൾ കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ഉയർന്ന പരിധിയേക്കാൾ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം കൊണ്ട് എന്തെങ്കിലും 2 ഉപയോഗങ്ങൾ എഴുതുക. റെഡിയാണല്ലോ, പഠിച്ചിട്ടില്ലേ? ഇതൊരു 4 മാർക്കിന് സാധ്യതയുള്ളൊരു ചോദ്യമാണ് കേട്ടോ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്. അടുത്ത് നോക്കാം മക്കളെ. ചോദ്യം നോക്കട്ടോ. സെറ്റല്ലേ? നോക്കാം നമുക്ക്. ഉത്തരം നോക്കട്ടെ മക്കളെ. ഓൾറെഡി നിങ്ങൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, എഴുതി പഠിക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. ഇത് ഒറ്റ തവണ നിങ്ങൾ സ്വന്തമായിട്ട് ചോദ്യം കണ്ട് ചെയ്ത് നോക്കും. നിങ്ങൾ നാളത്തെ പരീക്ഷ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ ക്വസ്റ്റ്യൻ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഉത്തരത്തിലേക്ക് നോക്കാൻ പാടുള്ളൂ. ഒന്നാമത് നോക്കുക, ഫിഗർ സി. ആണെന്ത് അതിൻ്റെ ആൻസർ. ഇനി 2, പ്രസ്താവനയും കാരണവും ശരിയാണ്, എന്നാൽ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നതല്ല. പ്രസ്താവനയും കാരണവും ശരിയാണ്, അപ്പോൾ കാരണം എന്തല്ല, പ്രസ്താവന വിശദീകരിക്കുന്നില്ല. ഇനി എ കോൺകേവ്.
നാലാമത്തത് 3ഉം 4ഉം ശരിയാണ്. ഇനി 5A കോൺവെക്സ് ലെൻസാണ്. ഇനി ഫോക്കസ് ദൂരം അല്ലേ, എഫ് കണ്ടെത്താൻ +2 20 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എന്ത് ചെയ്തു 0.20 ലെൻസിൻ്റെ പവർ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യുക നോക്കുക. ഇനി കോൺവെക്സ് ലെൻസ് പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ അല്ലേ, മിഥ്യ, നിവർന്നത്, വസ്തുവിനേക്കാൾ വലുത് അല്ലേ, അത് നോക്കാം. ഇനി അവിടെ നോക്കുക എ കമ്പി, സി, പിന്നെ അവിടെ N നോക്കുക, ഉത്തരം പറയുന്നുണ്ട്. അതിൽ ഓർ ക്വസ്റ്റ്യൻ നോക്കുക, അത് കണ്ടെത്തുക അല്ലേ. ഇനി അടുത്ത സുനാമി ഉണ്ടാകുമ്പോൾ ഒടിക്കേണ്ട മുരുകൻതരുകൾ കാര്യങ്ങളൊക്കെ അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ. ഇനി അടുത്ത് നോക്കുക വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത കണ്ടതല്ലേ, വെലോസിറ്റി നോക്കുക, വേഗത കണ്ടെത്താൻ 350 മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ ഉത്തരം അല്ലേ. ഇനിയിപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ അവസാനം ചെയ്തു 17.5 കിട്ടും. ഓക്കെ. ഇനി അടുത്ത് ദൈർഘ്യ തരംഗമാണ് അത് 9ാമത്തത്. മാധ്യമത്തിലെ കണികളുടെ കമ്പനങ്ങൾ തരംഗചലനത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായിരിക്കും അല്ലേ, കണ്ടില്ല നിങ്ങൾ. ഇനി പ്രകാശത്തിൻ്റെ ഓരോ വർണ്ണങ്ങളുടെയും തരംഗദൈർഘ്യം വ്യത്യസ്തമായതിനാൽ അതിൽ ബി അപവർത്തനം, പ്രകീർണനം. ഇനി രേഖാചിത്രം നോക്കുക, ഈ രീതിയിലാണ് ചിത്രം വരയ്ക്കേണ്ടത് കേട്ടോ. ഇനി പ്രതിബന്ധത്തിൻ്റെ സവിശേഷതകൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ. ഇനി 11 ഐഡിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുക, എങ്ങനെ ചെയ്ത് നോക്കുക. അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട്. സെറ്റാണല്ലോ. ഓക്കെ. അടുത്തൊന്നായിട്ട് ചെയ്ത് നോക്കണം, ഉത്തരം നോക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഗാമ വികിരണങ്ങളാണ്, എക്സ് വികിരണങ്ങൾ, അൾട്രാ വയലറ്റ്, അതിൻ്റെ ഓരോ ഓർഡറിൽ നോക്കാം. പിന്നെ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ശരീരത്തിലെ വിറ്റാമിൻ ഡി രൂപപ്പെടാൻ സഹായിക്കുന്നു, ആ കാര്യങ്ങൾ നോക്കാം. ഇനി കുട്ടിയുടെ അഭിപ്രായം ശരിയാണ് അല്ലേ, പ്രവണത കമ്പനം കാരണം എല്ലാ കമ്പനികളും കമ്പനം ചെയ്യുന്നു. പിന്നെ അപ്പോൾ ആവൃത്തി നോക്കുക, എത്ര ആവൃത്തിയാണെന്നുള്ളത് നോക്കുക. പിന്നെ 13 ബി അല്ലേ, അതിന് ദൂരം നോക്കുക കാര്യങ്ങൾ. പിന്നെ 14 കോൺകേവ് ലെൻസാണ്, അതിൻ്റെ രേഖാചിത്രം ഈ രീതിയിലാണ് വരിക. അതിൽ ഓരോ പോയിന്റ് നോക്കണം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, അതിൻ്റെ പ്രതിബിംബം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി വസ്തു ഫോക്കസിനും പ്രകാശബിംബത്തിനും ഇടയിൽ രേഖാചിത്രം, ഈ ചിത്രം നോക്കും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പറയാമെന്നല്ല, നിങ്ങൾ ചോദ്യം ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ കറക്റ്റ് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, കമൻറ്റായി ചോദിച്ചാൽ മതി, നമുക്ക് പറയാം. ഇനി ഒരു ടെലിസ്കോപ്പിൻ്റെ IPC ഫോക്കസ് ദൂരം കുറവായിരിക്കണം, അതുകൊണ്ട് എന്നിട്ടുള്ള 5 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസ് IPC ഉപയോഗിക്കണം. സെറ്റാണല്ലോ. 16ാമത്തെ നോക്കണേ, 16. ഇനി 17 കണ്ടല്ലേ, 17 അതിൻ്റെ 18 പിന്നെ 17 നോക്കുക, ആൻസർ കിട്ടിയോ നോക്കണേ. അതിൻ്റെ ബി നോക്കുക. പിന്നെ 18 കമ്പനം ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിൻ്റെ സ്വാഭാവിക ആവൃത്തി എത്ര നോക്കണേ. പിന്നെ 18 സെറ്റിൽ നോക്കണേ. സെറ്റാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം വർക്കൗട്ട് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഒരു 1.5 മണിക്കൂറല്ലേ, അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗത്താണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. സെയിം ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. നന്നായിട്ട് പരീക്ഷ ചെയ്തേ. ഓൾ ദി ബെസ്റ്റ്.